ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായൊരു വീട്. ഒന്നിനെയും പേടിക്കാതെ സുരക്ഷിതമായി സമാധാനമായി കിടന്നുറങ്ങാൻ ഒരിടം. എന്നാൽ കൊച്ചി എടവനക്കാട്ടെ 120ഓളം കുടുംബങ്ങൾക്ക് അതിപ്പോഴും സ്വപ്നം മാത്രമാണ്. തീരദേശ പരിപാലന നിയമം ഭേദഗതി ചെയ്തിട്ടും ആരാണ് ഇവരുടെ സ്വപ്നങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നത്? ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ആരംഭിക്കുന്നു. സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി എടവനക്കാടാണ്. ഇവിടെ 150ഓളം കുടുംബങ്ങൾ കഴിയുന്നത് ഷീറ്റിട്ട ചോർന്നൊലിക്കുന്ന വീടുകളിലാണ്. വിവിധ കാലഘട്ടങ്ങളിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറങ്ങിയ തീരദേശ പരിപാലന നിയമം ഭേദഗതി ചെയ്തിട്ടും അത് കൃത്യമായി പാലിക്കാതെ അലംഭാവം കാണിക്കുന്ന സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരുമാണ് ഇവരുടെ കണ്ണീരിന് കാരണം. എന്താണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ചേട്ടന്റെ വീടാണിത്. വളരെ ദയനീയമായ അവസ്ഥ. നമുക്ക് എങ്ങനെ അതിനെ ന്യായീകരിക്കാനൊന്നും സാധിക്കില്ല, എത്ര നിയമത്തിന്റെ പേര് പറഞ്ഞാലും. നിങ്ങൾ കാണേണ്ടവരെ എല്ലാം കണ്ടു, ഒരുപാട് വാതിലുകൾ മുട്ടി, പക്ഷെ ഒരു മറുപടിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഇവിടെ? ഞാനിപ്പോൾ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞിട്ട് 19 വർഷമായി. 2 പിള്ളേരുണ്ട്, വൈഫുണ്ട്, ഞാനും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പേരാണിത്. പക്ഷെ ഇതിൻ്റെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും വെച്ചിട്ട് ഒരു ലോൺ എടുക്കാൻ പറ്റണില്ല. ഇത് എന്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു എന്ന് കഴിഞ്ഞാൽ CR സെറ്റ് പറഞ്ഞിട്ടാണ് എല്ലാം ഒഴിവാക്കുന്നത്. അപ്പോൾ 2 പിള്ളേർ പഠിക്കണമെന്ന് പറഞ്ഞാൽ 2 പേരും +2 പാസ്സായി. ഒരാൾ കളമശ്ശേരി പോളിയിൽ പോകണം. അങ്ങനെ ഇങ്ങനെയൊക്കെ അവർക്ക് തന്നെ എന്തെങ്കിലും ചെന്ന് കഴിയുമ്പോഴേക്കും ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എന്തിനെങ്കിലും ഈ പട്ടയം കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ CR സെറ്റിൽ പെട്ടാന്നും പറഞ്ഞിട്ട് എല്ലാം റിജക്റ്റ് ചെയ്യുന്നത്. ഞാനൊരു പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളിയുടെ മകനാണ്. പക്ഷേ കർഷക തൊഴിലാളിയും ഈ മത്സ്യത്തൊഴിലാളി എപ്പോഴും അവന് ഈ തീരദേശമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ്റെ തൊഴിൽ. അപ്പം അതിൻ്റെ പേരിൽ ഈ ഇവരെല്ലാവരും പുഴനെ ബന്ധപ്പെട്ടും കടലിനോട് ബന്ധപ്പെട്ടുമാണ് കിടക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പോയി ഇപ്പോൾ എടവനക്കാട് റോഡരിയിൽ താമസിക്കാനുള്ള സാമ്പത്തികമോ ഇതൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ മാത്രം എല്ലാ സർക്കാരും ആര് പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികളിലും കർഷക തൊഴിലാളികളും ബൂസ്റ്റ് ചെയ്ത് നന്നായിട്ട് സംസാരിക്കും. പക്ഷെ പ്രവൃത്തിയിലും ഈ ഞങ്ങളെ മൃഗത്തിൻ്റെ വില പോലും കൽപ്പിക്കാതെ ഇവിടെയുള്ള ജനത്തിന് ഈ എറണാകുളം ജില്ലയിൽ എനിക്ക് തോന്നുന്നത് ഇതേപോലൊരു സ്ഥലം ഉണ്ടാവില്ല. എന്നിട്ട് CR സെറ്റും പറഞ്ഞ് ഇങ്ങനെ ഓരോരോ പീഡനങ്ങളും ബഹളങ്ങളുമാണ്. ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടത സഹിച്ചാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നത്. രാവിലെ വരും, എന്നിട്ട് ഈ മഴ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലെ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വൈകിട്ട് കിടക്കാതെ, അപ്പോഴും മഴയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ ഈ CR സെറ്റ് പ്രശ്നം കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ NOC കിട്ടണില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ. ഇപ്പോൾ ഞാനിവിടെ താമസിക്കുന്നത് 19 വർഷമായി കറക്റ്റ്. പിന്നെ ഞാനൊരു ഓപ്പൺ സർജറി കഴിഞ്ഞ ആളാണ്. എനിക്ക് ഈ നിരന്തരമായിട്ട് പണിയെടുക്കാൻ പറ്റില്ല, ഓട്ടോ ഓടിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണം. ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ് പിള്ളേർ രണ്ടും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഒരുപാട് വേദനകളിലാണ് ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പരാതി കൊടുത്തിട്ടും ഈ നമ്മുടെ MLA ഉണ്ട്, MP ഉണ്ട്, നമ്മുടെ പഞ്ചായത്തിലെ ആളുകളുണ്ട്, ഈ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഒക്കെ കണ്ടു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും മറുപടി എന്താണ്? അവരെ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ വന്ന് കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പരാതി കേൾക്കാനോ ഒക്കെ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലേ. ഇപ്പൊ MLA ആണെങ്കിലും മന്ത്രി ആണെങ്കിലും ആരും ഇങ്ങോട്ട് ഇപ്പൊ ഇലക്ഷൻ ടൈമിലാണ് സാധാരണ ഇവര് വരാറ്. ഇപ്പൊ ഇങ്ങോട്ട് വരാറേ ഇല്ല എന്ന് പറഞ്ഞാൽ വോട്ട് ചോദിച്ച് മുമ്പൊക്കെ വന്നിരുന്നാണ്. പിന്നെ ഇപ്പൊ ഈ ഒരു പുരോഗമനം ഇല്ലാതെ ഞങ്ങളിങ്ങനെ കിടക്കണേ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭർത്താവ് ഈ ചാണകത്തിൽ ഈ ചൂല് വെച്ചടിക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പൊ ആരും വരാറില്ല. ഞങ്ങളെ വേണ്ട. ശരിക്കും ഇവിടെ ഒരാളും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നിന്ന് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ഒരാൾക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് ഒരു കസേരക്ക് പോലും എടുത്തുകൊണ്ട് പോകാം. ഇതെല്ലാം ഞങ്ങൾ പലതവണക്ക് പഞ്ചായത്തിലും ഈ സർക്കാരിലും അറിയിച്ചിട്ടുള്ളതാണ്. ഇനി മുട്ടാൻ വാതിലുകളില്ല. അവസാനം ഞങ്ങൾ ഒരു വായടപ്പം പോലെ ഞങ്ങളിങ്ങനെ നിൽക്കണം. അപ്പം അതാണ്. പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട്, ജനപ്രതിനിധികളടക്കം ഇവരുടെ സങ്കടം ബോധിപ്പിച്ചതാണ്. പക്ഷെ ഇവരാരും ഇതുവരേക്കും ഒരു മറുപടി ഇവർക്ക് നൽകിയിട്ടില്ല. ഇവിടേക്ക് വരുന്ന റോഡ് വരെ, ഇങ്ങോട്ടേക്ക് റോഡില്ല, റോഡ് നിർത്തി ഏകദേശം ഒരു 100 മീറ്ററോളം നമ്മൾ നടക്കണം തോന്നുന്നു അല്ലെ. 100 മീറ്റർ
കൂടുതൽ നടക്കണം. 500 മീറ്ററോളം നമ്മൾ നടന്നു വേണം ഇവരുടെ ഓരോരുത്തരുടെയും വീട്ടിലെത്താൻ. രോഗികളുള്ളവരാണ്. അത്യാവശ്യമായിട്ട് ആശുപത്രിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിലേക്ക് പുറത്തേക്ക് പോകാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സൈക്കിള് പോലും കയറാൻ കഴിയാത്ത അത്ര ചെറിയ റോഡുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലും നന്നാക്കി കൊടുക്കുവാനോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ആവശ്യം, ഇവരുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യം പോലും ഇതുവരേക്കും അംഗീകരിച്ചിട്ടില്ല ഓരോ നിയമത്തിന്റെയും പേരിലും. അമ്മ, സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നാണ്. ആ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇപ്പൊ 2 വർഷമായി ആ സ്ട്രീറ്റ് ലൈറ്റ് പോലും കട്ട് ചെയ്ത് കളഞ്ഞു. അതൊക്കെ എന്താണെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കണത്. എന്ന് പറഞ്ഞാൽ അത്രയും ഞങ്ങളുടെ മനുഷ്യഗണത്തിൽ പെടുത്തിയിട്ടില്ലെന്ന് ഈ കഴിഞ്ഞ ദിവസവും ഞാൻ പഞ്ചായത്തിൽ പോയി കിടന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണ അവർ ഇത് ശരിക്കും ആ കലങ്ക് സ്ലാബ് എടുത്ത് മാറ്റിയിട്ട് 13 ദിവസം അങ്ങനെ തന്നെ നടന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂടിപ്പോയി പഞ്ചായത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാട്ടർ അതോറിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം എന്ത് പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് ഈ CR സെറ്റ് അതിൻ്റെ പേരിൽ വേറെ എന്തോണം അവർ ഭാവിച്ചേക്കണമെന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ആ ഒരു നിഗമനത്തിൽ നിൽക്കുന്നത്. ഇനി ഓരോരോ സമരങ്ങൾ, ആദ്യം ഞങ്ങൾ വില്ലേജ് ഓഫീസ് പിക്കറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിൽ ഒരു ധർണ നടത്തി, പിന്നെ ഒരു കുടിൽ കെട്ടി സമരം നടത്തി, പിന്നെ നിരാഹാര സമരം വീണ്ടും ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ തന്നെ നടത്തി. ഇങ്ങനെല്ലാം ചെയ്തിട്ടും ആരും ഇന്നേവരെ ഞങ്ങളൊന്ന് വിളിച്ച് ചോദിക്കാനോ നിങ്ങൾ ഈ സമരങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ഇതുണ്ടായെന്ന് ആരും ഇന്നേവരെ ചോദിച്ചിട്ടില്ല. അമ്മയുടെ വീടാണ് ഇതിന്റെ പുറകിൽ കാണുന്നത്. വലിയ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ്. സുരക്ഷിതമായി കിടന്നിറങ്ങാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഒരു അവഗണന എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? ഞങ്ങൾ പല സ്ഥലത്തും പോയി, ഞങ്ങളുടെ എല്ലാ പിക്കറ്റിങ്ങും വില്ലേജിലും പഞ്ചായത്തിലും എല്ലായിടത്തും കയറി ഇറങ്ങി നടന്നിട്ടും ഞങ്ങൾക്കൊരു കരക്കയറ്റം ഉണ്ടായില്ല. ഞങ്ങളോട് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഒരു അവഗണനയാണ് കാണിക്കുന്നത്. അപ്പം അത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ പോകാനുള്ള ഞങ്ങൾ തളരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഈ CR സെറ്റ് എന്ന് മാറിക്കിട്ടിയാലോ ഞങ്ങൾക്കൊരു കൂര വെച്ച് അന്തി ഉറങ്ങാൻ സാധിക്കുള്ളൂ. ഒരു കാരണവശാലും അത് പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം. ഒരു കുഞ്ഞേ ഉള്ളൂ എനിക്ക് പഠിക്കണം. അതിനെയും കൊണ്ട് ഞാൻ എവിടെല്ലാം കിടപ്പാടം തേടി പോകേണ്ട ഗതികേടാണ് ഇപ്പോൾ വന്നേക്കണം. അപ്പം അത്രയും. ഇവിടെ മഴ വരുമ്പോ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളിവിടെ താമസിക്കുന്നത്? മഴ വരുമ്പോ ഞങ്ങൾ പകലൊക്കെ മഴയത്താണെങ്കിൽ വാതിലടച്ചിരിക്കും. പിന്നെ രാത്രിയാണെങ്കിൽ മഴ വന്നാൽ പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. എപ്പോൾ ഇടിഞ്ഞു വീഴും എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും അയൽവക്കം വീടുകളിലോ ബന്ധു വീടുകളിലോ പോയി അന്തി ഉറങ്ങും. എന്നിട്ട് തിരികെ വരും. തിരികെ വന്ന് പകല് മഴയില്ലാത്ത സമയത്തൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തിരിച്ചു പോകും. പിന്നെയും മഴ വന്നാൽ അത് തന്നെ അവസ്ഥ. എന്നെങ്കിലും ഈ അവസ്ഥ മാറിക്കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. വെള്ളക്കെട്ട് ഉണ്ടാവാറില്ലേ വീട്ടില്? വെള്ളക്കെട്ട് വീട്ടിലുണ്ടാകാറില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് ചെറുതായിട്ട് വരും. ഇതിപ്പോ പ്രളയം വന്നതിന് ശേഷം വെള്ളക്കെട്ടാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ CR സെറ്റ് മാറി കിട്ടാതെ ഞങ്ങൾക്ക് കിടപ്പടം ശരിയാക്കി എടുക്കാനുള്ള നിവർത്തിയില്ല. അപ്പൊ ശരിയാക്കി എടുത്താലല്ലേ വെള്ളക്കെട്ട് ആണെങ്കിലും ഞങ്ങൾക്ക് അവിടെ അന്തി ഉറങ്ങാനും ഭക്ഷണം പാകം ചെയ്തും കഴിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് CR സെറ്റ് എത്രയും വേഗം മാറി കിട്ടണം എന്നാണ് ഞങ്ങളുടെ. ഈ വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് ഇത്രയും ദൂരം എന്നും ദിവസവും നടന്നു പോകാനല്ലേ വളരെ ബുദ്ധിമുട്ടല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊരു തീപ്പെട്ടി വാങ്ങണമെങ്കിൽ പോലും ഒരു തീപ്പെട്ടി, ആ തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു കാര്യമാണ്. അത് വാങ്ങുന്നെങ്കിൽ പോലും ഞങ്ങൾ എത്രയോ ദൂരം താണ്ടിയിട്ട് വേണം അത് വാങ്ങി ഇവിടെ തിരിച്ചു വരുന്നത്. അപ്പം അത്രയും ബുദ്ധിമുട്ടി ഞങ്ങളിവിടെ ജീവിക്കണമാണ്. എന്നിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഞങ്ങളോട് എന്തുകൊണ്ട് ഇങ്ങനെ അവഗണന കാണിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. ചേച്ചി, നമ്മൾ സ്ത്രീകൾക്കൊരു സുരക്ഷിതമായി കിടന്ന് ഉറങ്ങാനുള്ളൊരു വീട് പോലും നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ഇത്? വീടിന്റെ അവസ്ഥയും എങ്ങനെയാണ് കുടുംബവും ഒക്കെ? കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇതല്ലേ. ഇപ്പൊ ഒരു കൊച്ചുങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ലോണിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ അവര് അംഗീകരിക്കണില്ല. പിന്നെ ഒരു കല്യാണ കാര്യം വന്ന് ഇങ്ങനെയല്ല അവസ്ഥ. അപ്പൊ അതുകൊണ്ട് അതൊന്നും നടപ്പിലാക്കി തരാൻ അതൊന്നും ഇതും പറഞ്ഞാണ് ഞങ്ങളോട് ഒഴിയണത്. ഞങ്ങൾക്കൊരു വീടിന്റെ അവസ്ഥ പറഞ്ഞാലും എവിടെ ലോണിന് എന്നാലും ഇതൊക്കെയാണ് പറയണത്. പിന്നെ ഒരു അസുഖം വന്നായിട്ട് വീട്ടിലെ അച്ഛന് ഇങ്ങനെ 2 കൈയും പൊങ്ങാത്ത അവസ്ഥയാണ്. പിന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ എടുത്തുകൊണ്ട് പോകണം. ഞങ്ങൾ വഴി ഒന്നും ഇല്ലാത്ത ആ അവസ്ഥയാണ്.
വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛൻ, 2 മക്കള്, ചേട്ടൻ. മക്കള് പഠിക്കുന്നുണ്ട്? ഇപ്പൊ പഠിക്കണില്ല. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്ന് ഇങ്ങനത്തെ അവസ്ഥ ഒഴിഞ്ഞു പോകും. എന്തെങ്കിലും കല്യാണ കാര്യങ്ങളാ, എന്തെങ്കിലും പണിക്ക് പോകണമെങ്കിൽ, ഒരു ലോൺ എടുക്കണമെങ്കിൽ, എന്തെങ്കിലും പഠിക്കണമെങ്കിലൊക്കെ പഠനം പോലും ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണല്ലേ? ലോണൊന്നും കിട്ടുന്നില്ല. ബാങ്കിൽ ചെന്നപ്പോ പറയണ ഇതാണ് സെറ്റിപ്പെടുത്തി കിടക്കണല്ലേ പുഴയിൽ, അങ്ങനെയാണ് ഇങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞ് അവർ ഒഴിയണം. ആരും ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കാൻ വരാറൊന്നുമില്ല. ഒരു ഇലക്ഷൻ വന്നാലും ആരും ഇങ്ങോട്ട് വന്നില്ല. പരിഹാരം എന്താണെന്നൊന്നും അവര് പറയുന്നില്ല. ആരും പറയണില്ല. കേൾക്കാനുള്ള ഇതും കൂടി അവർ നിക്കണില്ല. നമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് കേൾക്കാനുള്ള ഇത് വേണ്ടേ, അതും കൂടി ഇല്ല. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവരുടെ കണ്ണീരിന് ഇപ്പോഴും ഒരു അറുതി വന്നിട്ടില്ല. വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ഒരു ആവശ്യമാണ് ഒരു വീട് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെ നിഷേധിക്കപ്പെടുന്നതെന്ന് വളരെ നിർധനരായ കുടുംബങ്ങളാണ് ഇവിടെയുള്ള ഓരോരുത്തരും. നിത്യച്ചെലവിന് ജോലി ചെയ്ത് അന്നത്തെ ഉള്ളൊരു ത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്നവരാണ്. അവരോട് എന്ത് ന്യായീകരണം പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ നിയമം പറഞ്ഞാൽ പോലും ഇവർക്കൊരു പരിഹാരം എന്നോണം യാതൊന്നും തന്നെ ഇതുവരേക്കും ഒരു കണ്ടെത്തി കൊടുക്കാൻ ഒരു ജനപ്രതിനിധികൾക്കോ സംസ്ഥാന സർക്കാരിനോ ഒന്നും തന്നെ ആയിട്ടുമില്ല. രോഗികളായവരുണ്ട് ഇവിടെ. അവർക്ക് പോകാനായി, ആശുപത്രിയിൽ പോകാനോ ഒരു വഴിയില്ല. സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഒരു വീടില്ല. വെച്ച വീടിന് നമ്പർ ഇടാൻ പോലും അനുവാദം കൊടുക്കാത്തൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ചേട്ടാ, കോവിഡ് കഴിഞ്ഞതിന് ശേഷം വലിയ അസുഖം ബാധിച്ച് മരുന്ന് മേടിക്കാനോ ഒന്നിനും ഒരു നിവൃത്തിയില്ലാണ്ടിരിക്കുകയാണ്. 10-12 വർഷം ഞാനടുത്ത് അവധിക്കാൻ തന്നിട്ട് നമ്പർ ഇട്ട് ഇന്നുവരെ തന്നില്ല. അതായത് കോവിഡ് വന്നേക്ക് മുമ്പ്, അല്ല മറ്റേ CR വന്നേക്ക് മുമ്പ് ഞാൻ അപേക്ഷ വെച്ചാണ്. അവിടെ നിന്ന് പഞ്ചായത്തിന് ആൾ വന്ന് കണ്ട് 2 ദിവസം കഴിഞ്ഞ് റെഡിയാക്കാന്ന് പറഞ്ഞു. ഈ ആൾ വന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഡ്രൈവറാണ്. വണ്ടി ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ചക്ക് പിടിക്കും. ഇവിടെ വന്നപ്പോൾ ഞാൻ പഞ്ചായത്ത് ചെന്നപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞു തൻ്റെ ഫയൽ കാണാനല്ലോ. ഞാൻ പറഞ്ഞു എന്നോട് ഫയൽ കാണാനല്ലെന്ന് എന്നോടാണ് പറയണം, നിങ്ങളല്ലേ സൂക്ഷിക്കേണ്ട ആൾക്കാർ. അതേ തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞേ. നിങ്ങൾ എങ്ങാടെ അയച്ചാലും എനിക്ക് പെരക്ക് നമ്പർ ഇട്ട് കേട്ടണ്ടേ. അതിപ്പോൾ CR ആയിപ്പോയി. അതിപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ഈ അപേക്ഷ വെച്ചിട്ട് എത്ര നാളായി? ഇതപ്പോൾ അന്വേഷിക്കുമ്പോൾ ഞാൻ വെച്ചല്ലേ. ആ 2 ദിവസം 1 ദിവസം മതിയില്ല നിങ്ങൾക്ക് അവിടെ നിന്ന് നമ്പർ ഇട്ട് തരാം. പിന്നെ അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല. ഞാനന്ന് ഇവിടെ നിന്ന് ഒറ്റപ്പാടും എടുത്ത് പോകണം. പിന്നെ ഒരു പഞ്ചായത്തിലാണ് പോകാറുമില്ല. അത് കഴിഞ്ഞാൽ കൊറോണ വന്ന് പിന്നെ ഇരിപ്പായി. പണിക്കും പോകാൻ പറ്റില്ല. എനിക്ക് 2 പിള്ളേരാണല്ലോ. മൂത്തൻ്റെ കല്യാണം കഴിഞ്ഞ്, ഇളയവൻ പഠിക്കുകയാണ്. റേഷൻ കാർഡ് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. നിരന്തരം ശല്യം ചെയ്താണ് അവിടെ പോയി 00-ൽ റേഷൻ കാർഡ് ഇടുകയാണ്. ഇവർക്കിത് പറഞ്ഞ് പഞ്ചായത്തിൽ കയറുകയാണെങ്കിൽ മതിയായി. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കളഞ്ഞിട്ടൊക്കെ ലൈൻ കട്ട് ചെയ്തിട്ടാണ്. അതെല്ലാം പറഞ്ഞ് നമുക്ക് വെള്ളം മല്ലിപ്പോൾ വെള്ളമില്ലാണ്ട് മാസങ്ങളെ ഇതവിടെ പോയി കൈക്ക് പിടിച്ചിട്ടുണ്ടാണ്. എത്ര നടക്കണം. എൻ്റെ പെണ്ണുമ്പോൾ വരുമ്പോൾ 5:30-6 മണിയാവും. ഞായറാഴ്ച ദിവസം വെള്ളം പിടിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ 1 കുടം വെള്ളമുണ്ട് അവിടെ. നാളെ ഞായറാഴ്ച അല്ലേ, ഇനിയിപ്പോൾ നാളെ കൊണ്ടുവരണം. ഈ മഴ വേണോണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഈ ചികിത്സയ്ക്കും മറ്റുള്ള പണം സാമ്പത്തികമായിട്ട് ആരും സഹായിക്കാനില്ല. വൈഫ് തന്നെ ഇവിടെ ആരെങ്കിലും കടം മേടിച്ച് മരുന്ന് കയറും. പിന്നെ വേറെ ചേച്ചി എന്നെ സഹായിക്കുന്നുണ്ട്. 1000 രൂപ വെച്ച് മാസം മരുന്ന് മേടിക്കാനും മരുന്ന് തരും. ആ ഒരു സഹായം മാത്രമേ ഉള്ളൂ. അമ്മയുടെ മോൻ്റെ ഭാര്യയാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകണം. വേറെ ആരും പഞ്ചായത്തിൽ അന്വേഷിക്കുക ഒന്നുമില്ല. ഈ വീടിന് നമ്പർ ഇട്ട് തരാത്തത് കൊണ്ട് മറ്റു ആനുകൂല്യങ്ങളൊന്നും തന്നെ നിഷേധിക്കുക. അതെ, നമുക്ക് നമ്പർ ഇട്ട് കിട്ടണ്ടേ. എത്ര പ്രാവശ്യം നടക്കണം നമ്മ. എനിക്കാണിപ്പോൾ പാടില്ല, എനിക്കിപ്പോൾ പോകാനും പറ്റില്ല. ഇപ്പം ഇവരൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ റെഡിയാക്കാമെന്ന് പറയാനുണ്ട്. കിട്ടിയ രക്ഷപ്പെട്ടു.
ഇതിപ്പോ എത്ര വർഷമായി നമ്പർ ഇടാൻ കൊടുത്തിട്ട്? ഞാൻ 11 വർഷമായി. അതായത് നമ്മളെ സിയാസിറ്റ് വന്നേക്കും കൊടുത്ത. അപ്പോൾ അവർ 2 ദിവസമാണ് അവർ പറഞ്ഞത് ഓവർസീർ. അപ്പം എൻ്റെ അച്ഛനാ വന്ന് വീട് കാണിച്ചു കൊടുത്ത്. അച്ഛനിപ്പില്ല, അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഞാൻ വന്നപ്പോൾ അച്ഛനോട് ചോദിച്ചു എന്തായി. അയാൾ വന്നില്ല, എന്താണെന്നാവുന്നറിയില്ല. അങ്ങനെ പഞ്ചായത്ത് ചെല്ലണത്. അവർ ഫയല് കാണുന്നില്ല. ഫയല് കാണില്ലെന്ന്. നമ്മ എന്ത് മറുപടി കൊടുക്കണം? അത്രയും ലാഘവത്തോടെയാണ് നിങ്ങളുടെ ജീവിതത്തെ അവർ കാണുന്നത്. പിന്നെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞതേ CRCTക്ക് പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ റെഡിയായിട്ട് വേണം. തിരുവനന്തപുരത്ത് കള്ളസാധനം കഴിഞ്ഞാൽ റെഡിയാവുള്ളൂ എന്ന് പറഞ്ഞു. വേറൊന്നും പറയാനില്ലേ, നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ ശരിയെന്നും പറയാൻ പോകുന്ന തുടങ്ങി. പഞ്ചായത്തിലേക്ക് കയറാൻ തന്നെ തോന്നില്ല. അതന്നെ റേഷൻ കാർഡിൻ്റെ ഇതിന് ചെന്നപ്പോൾ അവിടുത്തെ മേഡം പറഞ്ഞ് നിങ്ങളുടെ ഈ ഇടവനക്കാട് പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു താൽക്കാലിക നമ്പർ ഇട്ട്, ബാക്കി എല്ലാ പഞ്ചായത്തുകാരും താൽക്കാലിക നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞമ്മ പറഞ്ഞത് തലയിൽ വെള്ളം പറ്റി. അപ്പോൾ അവർ അതിന് ഞങ്ങളിത് അനുവാദം കിട്ടിയിട്ടില്ലെന്നപ്പോൾ അവർ പറയണം. പിന്നെ നമ്മൾ ആരോട് പറയും? പിന്നെ അവിടെ ചെന്ന് നിരന്തരം ശല്യം ചെയ്ത് അവർ 00 റേഷൻ കാർഡ് തന്നു. അപ്പോഴും നമ്പറില്ല. ഈ നമ്പറില്ല റേഷൻ കാർഡ് ശരിയാക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ റേഷനരി ഒന്നും കിട്ടുന്നില്ല. റേഷൻ കാർഡ് ഇപ്പൊ കിട്ടുന്നുണ്ട്, നേരത്തെ കിട്ടില്ല. എത്ര വർഷമായി? മുതിർന്നവർക്ക് മാത്രമല്ല, കൊച്ചു കുട്ടികൾക്കും സ്കൂളിൽ പോകുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഒരു ദിവസം സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ, വീട്ടിലേക്കുള്ള വഴി വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പോകാനും വരാനും ഒക്കെ. മോനെ, എങ്ങനെയാ സ്കൂളിൽ പോവാനൊക്കെ? സ്കൂളിൽ പോണില്ല, വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. വെള്ളമില്ല, നല്ല വെള്ളമില്ല. നല്ല വെള്ളമില്ല. ഇല്ല, വെള്ളം എടുക്കാൻ എവിടെയാ പോകണ്ടേ ഇപ്പോ? കടയില്. അവിടെ പോയിട്ടാണ് വെള്ളം എടുക്കുന്നത്. സ്കൂളിൽ പോവാനാ വഴിയുണ്ടാ? വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോവാൻ? ഇല്ല. 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 ബുദ്ധിമുട്ടാണോ പോവാൻ? ആ. മഴയത്ത് വീട്ടില് വെള്ളം കയറോ? അതെ. അപ്പൊ എന്ത് ചെയ്യും? ബുക്കൊക്കെ നനയത്തില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ബുക്കൊക്കെ അപ്പൊ എവിടെ എടുത്തു വെക്കും? അലമാരിയില്. അലമാരിയില് വെള്ളം കയറത്തില്ല? ഇല്ല. അപ്പൊ മഴ വരുമ്പോ പേടിയാണോ വീട്ടിൽ വെള്ളം കയറുമെന്നൊക്കെ? ആണ്. ഭയങ്കര പേടിയാണ്. രാത്രി കിടന്നുറങ്ങാനൊക്കെ പേടിയാണ്. ഇതാണ് കുട്ടികളുടെ അവസ്ഥ. ഒരു മഴ പെയ്താൽ അവന്റെ ബുക്കൊക്കെ നനഞ്ഞു പോകുമെന്നുള്ള പേടിയില് അലമാരിയിലൊക്കെയാണ് വെക്കുന്നത്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാനുള്ള നല്ല വഴിയില്ല, കുടിക്കാൻ നല്ല വെള്ളമില്ല. ഇതൊക്കെ ഈ കുട്ടികളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അധികാരികൾ ഈ കുഞ്ഞുങ്ങളുടെ പോലും പരാതി കേൾക്കാത്തത്? പിന്നെ എത്ര നിയമത്തിന്റെ ഭേദഗതി അല്ലെങ്കിൽ നിയമം എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യരോട് ഇത്തരത്തിലൊരു കരുണ പോലും കാണിക്കാത്ത എന്ത് നടപടിയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഈ നാട്ടുകാർ ഓരോരുത്തരും ഒന്നിച്ചു ചോദിക്കുന്നത്. തീരദേശ പരിപാലന നിയമം ഉള്ളതുകൊണ്ടാണ് ഇവർക്കിവിടെ വീട് അനുവദിക്കാത്തതെന്നാണ് സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത്. പക്ഷെ അതിൽ ഭേദഗതി വരുത്തി ഇവർക്കും ഇവിടെ വീട് വെക്കാം, വെച്ച വീടുകൾക്ക് നമ്പർ ഇട്ട് നൽകാമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും അത് ഇതുവരേക്കും നടപ്പാക്കാത്തതെന്ന് ഇപ്പോഴും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഈ എടവനക്കാടുള്ളവരെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു ആക്ഷൻ കൌൺസിൽ അടക്കം രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പലയിടത്തു നിന്നും അനുകൂലമായിട്ടുള്ള നിലപാടല്ല ലഭിക്കുന്നത്. ചേട്ടാ, ഈ ഭേദഗതി വരുത്തി നിയമത്തിൽ, പക്ഷെ ഇപ്പോഴും വീടെന്നുള്ളൊരു സ്വപ്നം പലർക്കും അന്യമായി തന്നെ നിൽക്കുകയാണ്. എന്താണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന മറുപടി? ഇത് 2024 നമ്മൾ നിൽക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന നിയമം എന്ന് പറയുന്നത് 2011 അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ വിരോധാഭാസമാണ്. 2024 നിൽക്കുമ്പോൾ 2011 നിയമം ഇപ്പോഴും നിലവിലിരിക്കുന്നു. അപ്പൊ നിലവിലെ 11 നിയമപ്രകാരം ഈ പൊക്കാളിപ്പാടങ്ങൾ, കൃഷിപ്പാടങ്ങൾ, അല്ലെ ഈ പറയുന്ന ചെമ്മീൻകെട്ടുകളുടെ വരമ്പത്താണ്. അപ്പൊ അവിടെ നിന്ന് 100 മീറ്റർ അകലെ മാത്രമേ വീട് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണിത്. അപ്പൊ അവർക്ക് നാച്ചുറലി വീട് വെക്കാൻ പറ്റുന്നില്ല.
അപ്പൊ ദ്വീപ് സമൂഹത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർ കൊടുത്തത് 50 മീറ്റർ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെയൊക്കെ 50 മീറ്റർ അളന്നിട്ടാണ് വൈപ്പിങ്കര ദ്വീപിലൊക്കെ ഇതുവരെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ ഈ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം മനസ്സിലാക്കിയത് ഇതുപോലുള്ള 50 മീറ്ററിൽ പോലും വീട് വെക്കാൻ പറ്റാത്ത നിരവധി കുടുംബങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അവർ 2020 മെയ് 1 ഒരു ഭേദഗതി പുറത്തിറക്കി. നിലവിലുള്ള ഹൈറ്റൈഡ് ലൈനിന്റെ അവിടെ നിന്ന്, അതായത് നിലവിലുള്ള ഹൈറ്റൈഡിൽ ഇപ്പോൾ വരച്ചിരിക്കുന്നത് നമ്മുടെ ഈ പൊക്കാളിപ്പാടങ്ങളുടെ അടുത്താണെങ്കിൽ, ഇഫ് ദർ എക്സിസ്റ്റ് എ ബണ്ടോർ സ്ലൂയിസ് ഗേറ്റ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ പാസ്റ്റ് 1991 മുമ്പ് നിർമ്മിച്ച ഏതെങ്കിലും ബണ്ടോർ സ്ലൂയിസ് ഗേറ്റ് ഉണ്ടെങ്കിൽ ദ STL ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് അപ് ടു ദാറ്റ് ലൈൻ. ദാറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബണ്ടിന്റെ സ്ലൂയിസ് ഗേറ്റിന്റെ ലൈനിലോട്ട് മാറ്റി അതിനെ റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ് 2020 മെയ് 1 SO 1422E എന്ന് പറയുന്ന എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ ഭേദഗതി വന്നത്. അത് പറഞ്ഞ് രണ്ടുപേരും ഉത്തരവായതുകൊണ്ട് മാത്രം ആരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇത്ര ആൾക്കാർക്ക് അതിന്റെ ഗുണം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ടാണ് 2020 ഇത് പ്രസിദ്ധീകരിക്കുന്നത്, കൊറോണ കാലത്ത്. അത് പ്രധാനമായിട്ടും ഗോവയിൽ നിന്നുള്ള പ്രഷർ നല്ലതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും ആരും ശ്രദ്ധിച്ചില്ല, ഉദ്യോഗസ്ഥരും നമ്മുടെ ജനപ്രതിനിധികളും ആരും മിണ്ടിയിട്ടില്ല. പക്ഷെ 19 വന്ന പൂർണ്ണ നിയമം നടപ്പാക്കാനായിട്ട് ഇവർ ഇപ്പോഴും മാപ്പ് വരച്ച് അതിന് അംഗീകാരം മേടിക്കാൻ നടക്കുകയാണ്. പക്ഷെ അതാണ് പറഞ്ഞത്, ഇവിടുത്തെ ജനങ്ങൾ ഇവരൊക്കെ താമസിക്കുന്ന ഈ കൂരകളിലാണ്. അപ്പൊ ഇവർക്കൊന്നും ജീവിക്കാനുള്ള മാർഗ്ഗമില്ല. അപ്പൊ അവർക്കൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആരും ചോദിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. പിന്നെ ഈ പറയുന്ന സാമ്പത്തികമായിട്ട് മുന്നിലുള്ളവര് ഇവിടുന്ന് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഇവർ ഒഴിഞ്ഞു പോയിട്ടാണ് അവർക്ക് വാങ്ങാൻ. ടൂറിസത്തിന് നല്ല ടൂറിസത്തിന് സാധ്യതയുണ്ട്. കാരണം ഇത് ഒരു സൈഡ് പുഴയാണ്, ഒരു സൈഡ് കടലാണ്. അപ്പൊ ദ്വീപ് എന്നുള്ള നിലക്ക് ഏറ്റവും ടൂറിസം സാധ്യതയുള്ള മേഖലയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ വൻകിടക്കാര് ഭൂമി വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥരും ഈ പറഞ്ഞ ജനപ്രതിനിധികളും അവരൊക്കെ പ്രണയിപ്പിച്ചുകൊണ്ടാണ് ഇത് വലിച്ചു നീട്ടുന്നത്. സ്ഥല MLA MP മന്ത്രിമാരടക്കം പരാതി കൊടുത്തിട്ടുണ്ട്, വർഷങ്ങളായി പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ മറുപടി എന്താണ്? ഏറ്റവും കൂടുതൽ പരാതി ഞാൻ അയച്ചത് കഴിഞ്ഞ ജൂൺ 12 തുടങ്ങി ഞാൻ അയക്കുന്നത് മെമ്പർ സെക്രട്ടറി, കേരള തീരദേശ പരിപാലന അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയാണ് ഇത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്വം ഉള്ളത്. അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വരുന്നതാണ്. പരിസ്ഥിതി വകുപ്പിന്റെ താഴെയാണ് ഈ മെമ്പർ സെക്രട്ടറി. അദ്ദേഹത്തോട് നേരിട്ട് ഞാൻ ഈ വിഷയം കടവന്ത്ര എറണാകുളത്ത് നടന്ന മീറ്റിംഗിൽ കഴിഞ്ഞ കൊല്ലം ജൂൺ 12 പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ പുതിയ നിയമത്തിന്റെ മാപ്പൊക്കെ വരച്ചു വരുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ അങ്ങോട്ട് തന്നേക്കാം. അപ്പൊ ഒരു ഔദാര്യം പോലെയാണ് സംസാരിച്ചത്. അന്ന് തുടങ്ങി ഞങ്ങൾക്ക് മനസ്സിലായത് ഇവര് നമ്മളെ പാവങ്ങളായതുകൊണ്ട് ഇവര് ഗസറ്റ് ഒന്നും വായിക്കൂല. അപ്പൊ ഗസറ്റൊക്കെ വായിച്ച് ആരാണ് ഇതിന്റെയൊക്കെ പുറകെ പോകണം. അപ്പൊ അവര് നമ്മളെ അവോയ്ഡ് ചെയ്യണമായിട്ടാണ് കണ്ടത്. ഇപ്പൊ ഒരു വർഷമായിട്ട് ഞങ്ങൾ നിരവധി സമരങ്ങൾ നടത്തി. കുടിൽ കെട്ടി സമരം, ധർണ, പിക്കറ്റിംഗ്, പിന്നെ തെരുവിൽ അത്താഴം. ഇത് വൈസ് പ്രസിഡന്റാണ് തിലകഞ്ചേട്ടൻ. ഇദ്ദേഹമൊക്കെ ഇരകളാണ്. ഇപ്പൊ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഈ ചുറ്റും നടന്നു കഴിഞ്ഞാൽ 100-150 പേരെ കാണാൻ പറ്റും. ഇതിപ്പോ ഒരു സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു ടൂറിസം സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കോ പാവങ്ങളായ നിങ്ങളെയൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ അർഹത പോലും നൽകാതെ നിങ്ങൾ ഇവിടുന്ന് പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ളൊരു മാനസിക അവസ്ഥയാണോ ഈ ജനപ്രതിനിധികൾക്കൊക്കെ ഉള്ളത്? അത് തന്നെയാണ് ഇന്ത്യൻ അങ്ങനെ. അപ്പം ഞങ്ങൾ ഇവിടെ ഒഴിഞ്ഞു പോകുമ്പോൾ ഇത് വിറ്റ് കാശാക്കി എടുക്കുമല്ലോ. ഞാനിതിൻ്റെ ആക്ഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറി കൺവീനറാണ്. എൻ്റെ വീട് ഇതിൻ്റെ വടക്ക് വശത്താണ്. എൻ്റെ വീടിന് ചുറ്റും വീടുകളുണ്ട്, പക്ഷെ എൻ്റെ വീട് നടുക്കാണ്. എനിക്ക് ഈ ഇത് പിന്നെ വീട് വെക്കാനായിട്ട് പൈസ അനുവദിച്ചതാണ്. പക്ഷേ ഈ CR സെറ്റിൻ്റെ പ്രകാരം അത് റിജക്ട് ചെയ്തേക്കണം. അപ്പോൾ ചുറ്റുമുള്ള വീടുകൾ ഉള്ളവർക്ക് അനുവദിച്ചു. അവരൊക്കെ നേരത്തെ വെച്ച് പോയേക്കണതാണ്. ഈ നിയമം മന്നേക്കും വെച്ച് പോയേക്കണതാണ്. എൻ്റെ കിഴക്കൂശവും പടിഞ്ഞാശവും വടക്കൂശവും ഒക്കെ വീടുണ്ട്. അതിൻ്റെ നടുക്കാണ് എൻ്റെ വീട് ഇരിക്കുന്നത്. ഞാൻ വീട് പണിതിരുന്നതാണ്. ഇടക്കാലത്ത് വെച്ച് പൊളിച്ച് കഴിഞ്ഞിട്ട് ചെറിയ വീടാണ് വെച്ചിരിക്കണം. ഇപ്പം അതിന് പഞ്ചായത്തിൽ നിന്ന് അനുമതി കിട്ടുന്നില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് വന്നപ്പോൾ അവിടെയും പരാതി. അതിലും മറുപടി വരുന്നുണ്ട്. ഇതിങ്ങനെയാണ് പറയുന്നത്, 2019 മാപ്പ് വരച്ചോണ്ടിരിക്കുകയല്ലേ, തരൂല്ലേ എന്നാ ചോദിക്കുന്നത്. ഇപ്പൊ എനിക്ക് തന്നെ നിരവധി ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ എഴുത്തായിട്ടാണ് വന്നത്. ഈ രോഗബാധിതരായിട്ടുള്ള ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ പെട്ടെന്നൊരു അത്യാഹിതം വന്നാൽ അവരെ എങ്ങനെയാണ് റോഡ് വരെ എത്തിക്കുക? ഈ 2019 നിയമത്തില് മാപ്പ് വരക്കുന്നതോടുകൂടി ദ്വീപ് വികസന പ്ലാൻ, ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ കൂടെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ഇതുകൂട്ടുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ദുരന്ത നിവാരണ സംവിധാനങ്ങളോടുകൂടി ചെയ്യണമെന്നാണ് നിയമം. ആശുപത്രി പോവാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്താ ചെയ്യുന്ന ഇപ്പൊ? പോണില്ല, ആശുപത്രി പോകാൻ പറ്റില്ല. വണ്ടി ഇവന്റെ ഓട്ടോ കാശ് കൊടുക്കണ്ടേ. ഈ ചേട്ടൻ നടക്കാൻ പറ്റൂലെങ്കിൽ ഞാനിപ്പോ നിങ്ങൾ മാറാണ്ട് ഞാൻ എഴുന്നേറ്റാണ്. നടക്കാൻ പറ്റൂല, കാരണം മുട്ട് രണ്ടും തളർന്നു പോകും. പിന്നെ കൂടുതൽ സമയം ഇങ്ങനെ ഇരുന്നു തന്നെ. പിന്നെ ഈ ഇവിടെ നിന്ന് ഈ എലി വരെ ഇങ്ങനെ
എരി തേയ്മാനത്തിന് അതൊക്കെ ഇട്ട് അങ്ങനെ കഴിച്ചു കൂട്ടും. ഇവിടെ കിടപ്പ് തന്നെ 27 മണിക്കൂറിലും 20 മണിക്കൂറും കിടപ്പ് തന്നെ. അവിടുന്ന് ചക്കൊന്ന് കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് വരും, അത് കുടിച്ചിട്ട് കിടക്കും. കുറച്ചു നേരം കിടക്കും, കുറച്ചു നേരം എഴുന്നേറ്റേക്കും, പിന്നെയും കിടക്കും, പിന്നെ എഴുന്നേറ്റേക്കും. ഇപ്പം ഞാനിങ്ങനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇതാണ് മുണ്ടെടുക്കാനൊന്നും പറ്റുള്ളൂ. എനിക്ക് 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ മുണ്ടെടുത്ത് തോർത്തെടുത്ത് ഇവിടെ നിൽക്കുള്ളൂ. അതിന് കനം കുറവാണ്, നീളം കുറവ്. അപ്പം ഇങ്ങനെ ഉടുക്കാൻ പറ്റില്ല. 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ മുണ്ടെടുത്ത്. നിങ്ങൾ പോയിട്ട് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ അത് ചെയ്തു. മഴ വരുമ്പോ വെള്ളം കയറൂലോ, അപ്പൊ എന്താ ചെയ്യാ ഇവിടെ കിടക്കാൻ? കട്ടില് ഞാൻ കയറിയിരിക്കും. അല്ലാണ്ട് എങ്ങ് പോകാൻ പറ്റില്ല, ഓടാൻ പറ്റൂല, നടന്നു പോകാൻ പറ്റൂല. ഇവിടെ 2 പെണ്ണുങ്ങളുണ്ട്. അവര് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം വരുള്ളൂ. ഞാൻ ഒറ്റക്ക് മരിച്ചാലും ഒക്കെ വെള്ളം കയറാൻ വാടകയ്ക്ക് പോയേക്കുന്നു. തെക്കേറ്റത്തെ വീട്ടിൽ പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ വാടകയ്ക്ക് പോയേക്കുന്നു. ഞാനെവിടെ പോകാനോ വാടക കൊടുക്കാൻ വേണ്ടേ? പണിക്ക് പോകാൻ പറ്റാണ്ടാകുമ്പോൾ അങ്ങനെ കഴിച്ചു കൂട്ടും. അപ്പോൾ ഒരു പെരയുണ്ടാക്കിയിട്ടേര് വളരെ ഉപകാരം. വേറെ ഒന്നും തന്നില്ല, ഒരു വീട് കിട്ടിയത് നിൽക്കും. ചെറിയൊരു പെര പണിത് കിട്ടിയാൽ മതി. അതാണ് ആഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആഗ്രഹം മരിക്കണേക്കും അത്രയല്ലേ നമുക്ക് പറയാനായിട്ട്. വേറെ എന്തുട്ടാണ്, എല്ലാവരും ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ വന്നു പോയി. ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ആഗ്രഹം ഇനി അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതേനോ ആരോട് പറയും? അപ്പൊ ഇതൊന്ന് വീട് കിട്ടിയ വളരെ ഉപകാരം. ഇത് എടവനക്കാരുടെ മാത്രം പ്രശ്നമല്ല. കേരളത്തിലെ തീരദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാവർക്കും പറയാനുണ്ടാകും ഇതുപോലൊരു കഥ. ഇനി ആരെയാണ് ഇവർ കാണേണ്ടത്? ഏത് വാതിലുകൾ മുട്ടിയാലാണ് ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുക? അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന ഈ മനുഷ്യരുടെ കണ്ണീർ ഇനിയെങ്കിലും കണ്ടില്ല എന്ന് നടിക്കരുത്. ഇവരുടെ സ്വപ്നത്തെ തല്ലിക്കെടുത്തരുത്. ഞാനുണ്ടിവിടെ ചോദിക്കാൻ ഇന്ന് പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.